ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് പ്രൊഫഷൻ എന്താണ്, ബിസിനസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കി. പ്രൊഫഷൻ എന്താണ്, എംപ്ലോയ്മെൻറ്റ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആൻഡ് ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇതാണ് ഇന്നത്തെ സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് പ്രൊഫഷൻ? Profession is defined as an occupation which involves rendering of personal services of special and expert nature. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ സേവനവും പ്രത്യേക പരിജ്ഞാനവും ആവശ്യമുള്ള ഒരു തൊഴിലാണ് പ്രൊഫഷൻ. ഐ റിപ്പീറ്റ്, വ്യക്തിപരമായ സേവനവും പ്രത്യേക പരിജ്ഞാനവും ആവശ്യമുള്ള ഒരു തൊഴിലാണ് പ്രൊഫഷൻ. It requires specialized knowledge, skill and training. ഇതിനെന്ത് വേണം? സ്പെഷ്യലൈസ്ഡ്, ഏതാണോ പ്രൊഫഷൻ അതനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ്, പ്രത്യേക പരിജ്ഞാനവും സ്കില്ലും അതിൻ്റെ ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് സർവീസ് ടു ദ സൊസൈറ്റി. മെയിൻ എയിം ഓഫ് പ്രൊഫഷൻ ഈസ് ടു പ്രൊവൈഡ് സർവീസ് ടു ദ സൊസൈറ്റി. സമൂഹത്തിന് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്ടിവിറ്റി നടത്തുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ എക്കണോമിക് ആക്ടിവിറ്റി, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലോയേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ലോയേഴ്സും ഡോക്ടേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും എല്ലാം പ്രൊഫഷന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ. ഒരു പ്രൊഫഷന് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് നോക്കാം. പ്രൊഫഷൻ റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കിൽ ആൻഡ് ട്രെയിനിങ്. പ്രൊഫഷന് എന്ത് വേണം? പ്രത്യേക പരിജ്ഞാനവും കഴിവും ആ മേഖലയിലെ ട്രെയിനിങ്ങും ആവശ്യമാണ്, അല്ലേ? ഡോക്ടേഴ്സിന് എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? സാധാരണ ഒരു ഡിഗ്രി പഠിച്ച ആളിനെ ഡോക്ടറാകാൻ പറ്റുമോ? ഇല്ല. ഹി ഷുഡ് ഹാവ് MBBS, അല്ലേ? MBBS എന്ന ഡിഗ്രി വേണം. ലോയർക്ക് എന്ത് വേണം? LLB അല്ലെങ്കിൽ LLM ഡിഗ്രി വേണം. അപ്പോൾ ആ മേഖലയിലെ പ്രത്യേക ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ്. അതുപോലെ അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട്, അല്ലേ? MBBS നമുക്കറിയാം ഉണ്ട്, LLBക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസിനുണ്ട്. ഏതെങ്കിലും ഒരു CAയുടെ കീഴിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള ട്രെയിനിങ് അവർക്ക് എല്ലാ പ്രൊഫഷൻകാർക്കും കിട്ടും. ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രൊഫഷൻ റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കിൽ ആൻഡ് ട്രെയിനിങ്. ആ പ്രത്യേക മേഖല ഏതാണോ അവരുടെ മേഖല അതിന് ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കില്ലും ട്രെയിനിങ്ങും ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിന് MBBS ഡിഗ്രി വേണം, ലോയേഴ്സിന് LLB അല്ലെങ്കിൽ LM വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കില്ലും ട്രെയിനിങ്ങും ഒക്കെ വേണമെന്ന് പറഞ്ഞു നമ്മൾ. സെക്കൻഡ് പോയിൻറ്റ്, മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ഈസ് മസ്റ്റ്. അവരുടെ ഏതാണോ അവരുടെ പ്രൊഫഷണൽ മേഖല ആ മേഖലയിലുള്ള പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പും രജിസ്ട്രേഷനും ഒക്കെ നിർബന്ധമാണ്. ഡോക്ടേഴ്സിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് അവരുടെ പ്രൊഫഷണൽ ബോഡി. ലോയേഴ്സിന് ബാർ കൗൺസിലാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് അവരുടെ പ്രൊഫഷണൽ ബോഡി. ആ പ്രൊഫഷണൽ ബോഡി അവർക്ക് പെരുമാറ്റച്ചട്ടങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത്തരം പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് എല്ലാ പ്രൊഫഷണൽസിനും നിർബന്ധമാണ്. Then third point, professionals have a code of conduct they lay down by their professional body. അവരുടെ പ്രൊഫഷണൽ ബോഡി നൽകിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ്, പെരുമാറ്റച്ചട്ടം അവരെ പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. അതാണ് തേർഡ് പോയിന്റ്. ദെൻ ദേ ചാർജ് ഫീ ഫോർ ദെയർ സർവീസസ്. പ്രൊഫഷണൽസ് അവരുടെ സർവീസിനുള്ള റെമ്യൂണറേഷനായി ചാർജ് ചെയ്യുന്നതിനെ ഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിഫ്ത്ത് പോയിൻറ്റ്, ദ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ പ്രൊഫഷൻ ആർ കോൾഡ് പ്രൊഫഷണൽസ്. നമ്മുടെ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ എന്ത് വിളിക്കും? പ്രൊഫഷണൽസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ആ പ്രൊഫഷൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? they require specialized knowledge, skill and training. The second one is there should be membership in their professional body, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് മസ്റ്റാണ്. Then third one, professionals have a code of conduct laid down by their professional body. Fourth one, they charge fee for their services. Fifth one, the persons engaged in profession are called professionals. അങ്ങനെ പ്രൊഫഷൻ അവസാനിക്കുന്നു. Okay,
ദെൻ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ വിച്ച് persons engage in some work for others regularly under an agreement or rules of service in return for a remuneration called salary or wage. അപ്പോൾ എന്താണ് എംപ്ലോയ്മെൻറ്റ്? എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ എൻഗേജ് ഇൻ സം വർക്ക് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥിരമായി റൂൾസ് ഓഫ് സർവീസ് പ്രകാരം അല്ലെങ്കിൽ ഒരു സർവീസ് എഗ്രിമെൻറ്റ് കരാർ പ്രകാരം റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പ്രതിഫലം സാലറി റെമ്യൂണറേഷനായി പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് എംപ്ലോയ്മെൻറ്റ്. ഒന്നുകൂടി നോക്കാം. ദാറ്റ് ഈസ് മറ്റൊരാൾക്ക് വേണ്ടി സ്ഥിരമായി റൂൾസ് ഓഫ് സർവീസ് പ്രകാരം അല്ലെങ്കിൽ സർവീസ് കരാർ പ്രകാരം സാലറി അല്ലെങ്കിൽ വേജ് പ്രതിഫലമായി കൈപ്പറ്റിക്കൊണ്ട് നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ എന്ത് വിളിക്കാം? എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. The person who work is known as employee. The person who work for others is known as employee. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ത് വിളിക്കും? എംപ്ലോയി എന്ന് വിളിക്കും. ആൻഡ് ദ പേഴ്സൺ ഫോർ ഹൂം ദ വർക്ക് ഇസ് ഡൺ ഇസ് നോൺ ആസ് എംപ്ലോയർ. അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയെ നമുക്ക് എംപ്ലോയർ എന്ന് വിളിക്കാം. ആരാണോ വർക്ക് ചെയ്യുന്നത് ആ വ്യക്തിയെ നമുക്ക് എംപ്ലോയി എന്ന് വിളിക്കാം. അപ്പോൾ എംപ്ലോയ്മെൻറ്റിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ക്ലർക്ക്, പിയൂൺ, സൂപ്പർവൈസർ, മാനേജർ, അങ്ങനെയല്ലേ, സെക്യൂരിറ്റി, അങ്ങനെ എന്ത് വർക്കും മറ്റൊരാൾക്ക് വേണ്ടി സ്ഥിരമായി ചെയ്താൽ അല്ലെങ്കിൽ ഫോർ അണ്ടർ സം വൺ ഓർ ഫോർ സം വൺ ചെയ്താൽ അതെന്താണ്? എംപ്ലോയ്മെൻ്റ് ആണ്. ക്ലിയർ? ദെൻ ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ അതൊക്കെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയി റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ദെയർ. എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയി റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ദെയർ. അവിടെ ഒരു വ്യക്തി ജോലി കൊടുക്കാനും ഒരു പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും ആ ഒരു പരസ്പര ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവ് വന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടി സഹായിച്ചു തന്നു, ദാറ്റ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എംപ്ലോയ്മെൻറ്റ്. അല്ലേ? നമുക്ക് വേണ്ടി എന്തെങ്കിലും സഹായിച്ചു, നമ്മുടെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു, അതൊന്നും എന്തല്ല? അത് എംപ്ലോയ്മെൻ്റ് അല്ല. എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകണം, അത് നിർബന്ധമാണ്. ദെയർ മസ്റ്റ് ബി എ കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ റൂൾസ് ഓഫ് സർവീസ്. അവിടെ തൊഴിൽ കൊടുക്കുന്നതിൻ്റെ ഒരു സർവീസ് കരാർ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ റൂൾസ് ഓഫ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് സർവീസ് അവിടെ ഉണ്ടായിരിക്കണം. There should be regularity in service. ഒരു ദിവസം ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്തു പോയി, അത് എംപ്ലോയ്മെൻ്റ് ആവില്ല. should be regularity in service. അത് സ്ഥിരമായി ഉള്ളൊരു വർക്കായിരിക്കണം. മനസ്സിലായല്ലോ? എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം. കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അവിടെ ഒരു കരാർ ഉണ്ടായിരിക്കണം. എംപ്ലോയ്മെൻറ്റിന് റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം. ബാക്കി നോക്കാം. Then fourth feature of employment is remuneration for service is called salary or wage. ആ എംപ്ലോയ്മെൻറ്റിന് പ്രതിഫലമായി കിട്ടുന്ന എമൗണ്ട് സാലറി അല്ലെങ്കിൽ വേജ് ആയിരിക്കണം. ഇതാണ് ഈ 4 ഫീച്ചേഴ്സാണ് എംപ്ലോയ്മെൻറ്റിനുള്ളത്. എന്തൊക്കെയാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്? ദാറ്റ് ഈസ് എംപ്ലോയി റിലേഷൻഷിപ്പ് മസ്റ്റ് ബി ദെയർ. അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ദെൻ ദർ ഷുഡ് ബി റെഗുലാരിറ്റി ഇൻ സർവീസ്. അവിടെ സർവീസിനൊരു സ്ഥിരത ഉണ്ടാവും, സ്ഥിരമായി വർക്ക് ചെയ്യുന്നതായിരിക്കണം. പിന്നെന്താണ്? റെമ്യൂണറേഷൻ ഫോർ സർവീസസ് സാലറി ഓർ വേജസ്. പിന്നെ 4ാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ദർ ഷുഡ് ബി റൂൾസ് ഓഫ് സർവീസ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഓഫ് സർവീസ് ഉണ്ടായിരിക്കണം. അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ 4 പോയിൻ്റാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷൻ പഠിച്ചു, എംപ്ലോയ്മെൻറ്റ് പഠിച്ചു, രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണെന്ന് നോക്കാം. ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ബിസിനസ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊഡക്ഷനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ബിസിനസ്. അത് ഉൽപ്പാദനമോ കൈമാറ്റമോ, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനമോ കൈമാറ്റമോ ആയി ബന്ധപ്പെട്ടതാണ് ബിസിനസ്. പ്രൊഫഷൻ അങ്ങനെയാണോ? നോ. പ്രൊഫഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ റെൻഡറിങ് ഓഫ് പേഴ്സണൽ സർവീസസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പേർട്ട് നേച്ചർ.
അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ സേവനവും പ്രത്യേക പരിജ്ഞാനവും ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണ് പ്രൊഫഷൻ. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ്? റിവാർഡ് ഫോർ ബിസിനസ് ഈസ് പ്രോഫിറ്റ്. ബിസിനസ്സിൻ്റെ പ്രതിഫലമായി കിട്ടുന്ന എന്താണ്? അവരുടെ ലാഭമാണ്, അവരുടെ റിസ്ക് ടേക്കിങ്ങിന് കിട്ടുന്ന പ്രതിഫലം. റിവാർഡ് ഫോർ എ പ്രൊഫഷണൽ ഈസ് ഫീ. പ്രൊഫഷണലിന് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് ഫീസാണ്. ബിസിനസ് റിക്വയർസ് ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ് ഏത് ബിസിനസ്സാണോ നമ്മൾ നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേച്ചറും അതിൻ്റെ സൈസും അനുസരിച്ച്, സ്മോൾ സ്കെയിലാണോ ലാർജ് സ്കെയിലാണോ മീഡിയം സ്കെയിലാണോ, അതുപോലെ എന്ത് തരം ബിസിനസ്സാണോ അതിൻ്റെ നേച്ചറൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുക. എന്നാലും കമ്പാരിറ്റീവ്ലി ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഫോർ ബിസിനസ്. പ്രൊഫഷൻ റിക്വയർസ് കമ്പാരിറ്റീവ്ലി ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊഫഷന് ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മതി അല്ലേ. നോ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ബിസിനസ്സിന് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വല്ലതും ആവശ്യമുണ്ടോ? MBBS എടുത്താലേ ബിസിനസ് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നും തന്നെ ഇല്ല. ബിസിനസ്സിന് ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. അതായത് എത്ര ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളും എത്ര ലോവർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായാലും നമുക്ക് കൂട്ടാനും ആഡീഷനും സബ്ട്രാക്ഷനും പോലുള്ള അത്യാവശ്യം കണക്കുകളൊക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, അത്തരം വ്യക്തിക്കൊക്കെ ബിസിനസ് നടത്താൻ സാധിക്കും. ബട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് നെസസറി ഫോർ എ പ്രൊഫഷൻ. പക്ഷേ പ്രത്യേക പരിജ്ഞാനവും കഴിവും ഒക്കെ എന്തിനാവശ്യമുണ്ട്? ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് പ്രൊഫഷൻ എന്നതിന് ആവശ്യമുണ്ട്. ഹൈ റിസ്ക് ഇസ് ഇൻവോൾവ്. വളരെ ബിസിനസ് നമുക്കറിയാം, ബിസിനസ് നടത്തുമ്പോൾ എപ്പോഴും ബിസിനസ്സിൻ്റെ കൂടെയുള്ളത് എന്താണ്? റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഹൈ റിസ്ക് ഇസ് ഇൻവോൾവ്. എപ്പോൾ വേണമെങ്കിലും നഷ്ടം സംഭവിക്കാം അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ്, അതുപോലെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെ എന്ത് വന്നാലും ബിസിനസ്സിന് നഷ്ടം സംഭവിക്കാം. അപ്പോൾ ഹൈ റിസ്ക് ആണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. കമ്പാരിറ്റീവ്ലി ലെസ് റിസ്ക് ഇസ് ഇൻവോൾവ് ഇൻ പ്രൊഫഷൻ. ബിസിനസ്സുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൊഫഷന് റിസ്ക് കുറവാണെന്ന് തന്നെ പറയാം. ദർ ഇസ് നോ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എ ബിസിനസ് മാൻ. ഒരു ബിസിനസ് മാനിന് എന്തില്ല? പെരുമാറ്റച്ചട്ടം ഒന്നും തന്നെയില്ല. ഇങ്ങനെ പെരുമാറോ ഒരു ബിസിനസ് മാൻ എന്നില്ല. ബിസിനസ് മാൻ അയാളെ കസ്റ്റമേഴ്സിനെ കിങ്ങായി പരിഗണിക്കുകയും ബിസിനസ് കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു പെരുമാറ്റച്ചട്ടം രൂപീകരിക്കും എന്നല്ലാതെ അവിടെ ഓൾറെഡി ലേ ഡൗൺ ആയിട്ടുള്ളൊരു പെരുമാറ്റച്ചട്ടം ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേസമയം പ്രൊഫഷണൽസിന് പ്രൊഫഷണൽ ബോഡി നിർദ്ദേശിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം ഉണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡി ഇസ് ടു ബി ഫോളോഡ് ബൈ പ്രൊഫഷണൽസ്. പ്രൊഫഷണൽ ബോഡി അല്ലെ, MBBS ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇവരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം നിർബന്ധമായും പ്രൊഫഷണൽസ് ഫോളോ ചെയ്തിരിക്കണം. ദ മെയിൻ എയിം ഓഫ് എ ബിസിനസ് ഇസ് ടു മേക്ക് പ്രോഫിറ്റ്. നമുക്കറിയാം ഒരു ബിസിനസ് നടത്തുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ബട്ട് ദ മെയിൻ എയിം ഓഫ് എ പ്രൊഫഷൻ ഇസ് ടു പ്രൊവൈഡ് സർവീസ്. ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മേക്കിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സർവീസാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പോസിബിൾ. ഒരു ബിസിനസ്മാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നമുക്ക് ഒരു ദിവസം പുള്ളിക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട് എങ്കിൽ നമുക്ക് തൽക്കാലം അന്നത്തേക്ക് വേറൊരു വ്യക്തിയെ വേണമെങ്കിൽ ഏൽപ്പിക്കാം ആ പ്രവർത്തനങ്ങളെ അല്ലേ. പ്രൊഫഷൻ അങ്ങനെ സാധിക്കുമോ? ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. പ്രൊഫഷനിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് വാദിക്കാനുള്ള വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ MBBS ഡോക്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്തരം പ്രവൃത്തികൾ വേറൊരാളെ കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് അന്നത്തേക്ക് വേണമെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ ഏൽപ്പിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അത് പ്രൊഫഷൻ്റെ കേസിൽ സാധ്യമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്ത് നോക്കാം. ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ്. ബിസിനസ്സിൻ്റെ ഡെഫിനിഷനും പ്രൊഫഷൻ്റെ ഡെഫിനിഷനും നമ്മൾ ആദ്യം പറയുന്നു. ബിസിനസ്സിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്, പ്രൊഫഷൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഫീസാണ്. ഓക്കെ, ബിസിനസ്സിന് ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആണ്, പ്രൊഫഷന് കമ്പാരിറ്റീവ്ലി ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. നോ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ബിസിനസ് നടത്താൻ പ്രത്യേക ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല, പ്രൊഫഷന് ഒരു പ്രത്യേക ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും കൂടി ആവശ്യമുണ്ട്. റിസ്ക് കൂടുതലാണ് ബിസിനസ്സിന്, കമ്പാരിറ്റീവ്ലി ലെസ് റിസ്ക് ഇസ് ഇൻവോൾവ് ഇൻ പ്രൊഫഷൻ. അതുപോലെ കോഡ് ഓഫ് കണ്ടക്റ്റ് ബിസിനസ്മാന് ഇല്ല,
പ്രത്യേകിച്ച് കോഡ് ഓഫ് കണ്ടക്റ്റ് നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയം പ്രൊഫഷണലിൽ അവരുടെ പ്രൊഫഷണൽ ബോഡി നിർദ്ദേശിച്ചിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യണം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ബിസിനസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് പ്രൊഫഷൻ. അപ്പോൾ അതാണ് ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് അത് കിട്ടും. എന്താണ് ആ ബിസിനസ്സിൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം കിട്ടാവുന്നതേ ഉള്ളൂ. ബിസിനസ്സിൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് കൊടുക്കാം. ദ ബിസിനസ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റി. ദ ബിസിനസ് മാൻ ഡസ് നോട്ട് വർക്ക് അണ്ടർ എനി വൺ. ആദ്യത്തെ പോയിൻ്റ് ഡെഫിനിഷനായിട്ട് പറഞ്ഞതിന് ശേഷം സെക്കൻഡ് പോയിൻ്റ് തൊട്ട് തുടങ്ങാവുന്നതാണ്. ബിസിനസ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റി. ഒരു സ്വതന്ത്രമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് ബിസിനസ്. ദ ബിസിനസ് മാൻ ഡസ് നോട്ട് വർക്ക് അണ്ടർ എനി വൺ. ആരുടെയും കീഴിലോ മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ല ബിസിനസ് മാൻ വർക്ക് ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് ഫോർ ഓർ അണ്ടർ സം വൺ കോൾഡ് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കീഴിലോ ആണ് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് എന്തറിയപ്പെടുന്നത്? എംപ്ലോയ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. റിവാർഡ് ഫോർ ബിസിനസ് മാൻ ഈസ് പ്രോഫിറ്റ്. ബിസിനസ് മാൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രോഫിറ്റാണ്. റിവാർഡ് ഫോർ ആൻ എംപ്ലോയി ഈസ് കോൾഡ് സാലറി ഓർ വേജ്. ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് സാലറി അല്ലെങ്കിൽ വേജ് ആണ്. ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ്സിൻ്റെ സ്വഭാവവും എന്ത് തരം ബിസിനസ്സാണെന്നുള്ള അതിൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവവും സൈസും അനുസരിച്ച് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവിടെ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. ഒരു വ്യക്തിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ, അതൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറോ സെക്യൂരിറ്റി എന്തോ ആവട്ടെ, അവർക്കൊന്നും പ്രത്യേക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കേസിൽ അത്തരം പ്രവർത്തനങ്ങളെ ഒരു കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലും ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, ആ പ്രവർത്തനങ്ങളെ മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കില്ല. നോ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇസ് നെസസറി ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കേസിൽ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അതേസമയം എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലോ ക്വാളിഫിക്കേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ജോബിനൊക്കെ ആവശ്യമുള്ള എന്താണ് ക്വാളിഫിക്കേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ഉണ്ടാവണം. ദർ ഇസ് നോ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്റ്റ്. ബിസിനസ്സിന് കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ഇല്ല. റൂൾസ് ലേഡ് ഡൗൺ ബൈ ദ എംപ്ലോയർ ഷുഡ് ബി ഫോളോഡ്. പ്രൊഫഷനെ പോലെ പ്രൊഫഷണൽ ബോഡി ഒന്നും തന്നെ എംപ്ലോയ്മെൻറ്റിനില്ല. പ്രൊഫഷണൽ ബോഡി നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടമാണ് പ്രൊഫഷണൽസ് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് എംപ്ലോയർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചായിരിക്കണം പ്രവർത്തനങ്ങൾ. അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, രണ്ടിൻ്റെ ഡെഫിനിഷൻ ആദ്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സെക്കൻഡ് പോയിൻ്റായിട്ട് ബിസിനസ് ഒരു സ്വതന്ത്രമായ പ്രവർത്തനമാണ്. ആരുടെയും കീഴിൽ വർക്ക് ചെയ്യുകയോ ആർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുകയോ ബിസിനസ്മാൻ ചെയ്യേണ്ടതില്ല. എംപ്ലോയ്മെൻറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് ഫോർ ഓർ അണ്ടർ സം വൺ കോൾഡ് എംപ്ലോയർ. എംപ്ലോയർക്ക് വേണ്ടിയോ എംപ്ലോയറുടെ കീഴിലോ വർക്ക് ചെയ്യുന്നതാണ് എംപ്ലോയ്മെൻറ്റ്. റിവാർഡ് ഫോർ ബിസിനസ്മാൻ ഇസ് പ്രോഫിറ്റ്. ബിസിനസ്മാന് കിട്ടുന്ന പ്രതിഫലം പ്രോഫിറ്റാണ്. എംപ്ലോയിക്ക് കിട്ടുന്ന പ്രതിഫലം സാലറി അല്ലെങ്കിൽ വേജാണ്. ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വഭാവവും സൈസും അനുസരിച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കും. ബട്ട് നോ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. Transfer of interest is possible in the case of business and it is not possible in the case of employment. No prescribed qualification is necessary for business, but qualification and training is prescribed by the employer. There is no prescribed code of conduct for businessman, but rules laid down by the employer should be followed by employment അല്ലെങ്കിൽ employee. Okay, മനസ്സിലായല്ലോ? That's all for today.